വിജയിപ്പിക്കണമേ എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം നേതാക്കന്മാർ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് അതെല്ലാം ദീർഘമായി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യം ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകളെ കോഴിക്കോട് നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട് ഇന്നും പുറകോട്ടേക്ക് തന്നെ പോകുകയാണ്. പുതുതായി എന്തെങ്കിലും കോഴിക്കോട്ടേക്ക് വന്നു എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുമോ? നാം കഴിഞ്ഞ 15 വർഷമായി ഒരാളെ പാർലമെന്റിലേക്ക് അയക്കുന്നുണ്ട്. 15 കൊല്ലക്കാലം കൊണ്ട് ഈ കോഴിക്കോടിന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും ഉത്തരം പറയാൻ UDF-ന് ബാധ്യതയില്ലേ, കോൺഗ്രസിന് ബാധ്യതയില്ലേ? 15 കൊല്ലക്കാലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവിലല്ലോ. 1.5 പതിറ്റാണ്ട് കാലം ഒരു പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഇതെന്റെ പദ്ധതിയാണ്, ഞാൻ ശ്രമിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ സാധിക്കുന്ന എന്തെങ്കിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്? കുന്നമംഗലം നിയോജക മണ്ഡലത്തിന്റെ ആളുകൾ ആലോചിക്കുക. ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നു? കുന്നമംഗലത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടല്ലോ, ഒരുപാട് ആവശ്യം കുന്നമംഗലം മണ്ഡലംകാർക്കുണ്ടല്ലോ. ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി മണ്ഡലത്തിലെ 10 പേർക്ക് ജോലി കിട്ടാൻ സാധിക്കുന്ന, നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്ന, ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞ 15 കൊല്ലക്കാലം അവസരം കിട്ടിയിട്ട് ബഹുമാനപ്പെട്ട MP കുന്നമംഗലം മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ UDF-ന് ബാധ്യതയില്ലേ, കോൺഗ്രസിന് ബാധ്യതയില്ലേ? ആ ചോദ്യത്തിന് സ്വയം ഉത്തരം പറയാൻ MP-ക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്? കോഴിക്കോട്ട് മാവൂർ കാളിയോറൻസ് ഫാക്ടറി പൂട്ടിയിട്ട കാലം